ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുരിങ്ങക്കായ കൊണ്ട് അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു തോരനാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുള്ള റെസിപ്പി. ഈ തോരൻ വയ്ക്കാൻ 6 മുരിങ്ങക്കായ ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വണ്ണമുള്ള മുരിങ്ങക്കായ ആയിരിക്കണം, എന്നാലേ അതിൻ്റെ ഉള്ളിലുള്ള മാംസളമായിട്ടുള്ള ഭാഗം തോരൻ വയ്ക്കാൻ കിട്ടുള്ളൂ. ഇനി ഈ മുരിങ്ങക്കായ നടു മുറിച്ചതിൻ്റെ ശേഷം ഇങ്ങനെ സ്പൂൺ കൊണ്ടോ കത്തി കൊണ്ടോ ഇങ്ങനെ ആ മാംസളമായിട്ടുള്ള ഭാഗം ഇങ്ങനെ ചുരണ്ടി എടുക്കുകയാണ് വേണ്ടത്. ഇപ്പം മുരിങ്ങക്കായ മുഴുവനും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടിയാണ് കേട്ടോ ഞാൻ അടുപ്പത്ത് വെച്ചെടുത്തത്. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഇപ്പം ചൂടായി വന്നിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണ് കടുകിട്ട് പൊട്ടിക്കുക. ഇപ്പം കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഒരു 5-8 ചെറിയ ഉള്ളി അരിഞ്ഞത് അതിലിട്ടിട്ടൊന്ന് മൂപ്പിക്കുക. ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് അതൊന്ന് മൂപ്പിക്കുക. ഈ തോരനിൽ ചെറിയ ഉള്ളി മൂപ്പിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ ഉള്ളി മുളകൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി മുരിങ്ങയ്ക്ക് അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. നല്ലോണം മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ എല്ലായിടത്തേക്കും ആവട്ടെ. എന്നിട്ടൊന്നിങ്ങനെ തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഒരു മൂടിയെടുത്ത് അടച്ച് വെച്ച് വേവിക്കുക. അത് വേകുമ്പോഴേക്കും അതിലേക്കുള്ള ചതച്ചിടാനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കണം. അതിനെൻ്റെ മുറ്റത്തെ മുളക് ചെടിയിൽ നിന്ന് തന്നെയാണ് ഞാൻ മുളക് പറിക്കുന്നത്. 4 വെള്ള മുളക് പറിച്ചെടുത്തിട്ടുണ്ട്. 1.5 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, 3 വെളുത്തുള്ളി അല്ലി, ഇത്രയാണ് ചതക്കി എടുത്തിട്ടുള്ളത്. ഇനി മൂടി തുറന്ന് നോക്കുക. ഇപ്പോൾ ഒക്കെ നല്ലോണം വെന്ത് പാകമായിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നടു ഒരു കുഴി പോലെ ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ച അരപ്പുണ്ടല്ലോ അതിട്ട് കൊടുക്കുക. എന്നിട്ട് ആ സൈഡിൽ നിന്നൊക്കെ നടുവിലേക്ക് ഇതൊക്കെ കൂടി തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുക അടച്ച് വെച്ചിട്ട്. അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് സെറ്റാവട്ടെ. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കുക. ഇപ്പോൾ ഈ മുരിങ്ങക്കായും ഈ അരപ്പും ഒക്കെ കൂടി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. തോരനൊന്നും കൂടി ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരത്തിയിട്ടതിന് ശേഷം നടുവൊക്കെ ഒന്നിങ്ങനെ ഇതങ്ങനെ ഞാൻ ചെയ്യണ മാതിരി ചെയ്യുക. അപ്പോൾ അതിനുള്ള വെള്ളമയമൊക്കെ ഒന്ന് വറ്റിയിട്ട് നല്ല ഡ്രൈ ആയി കിട്ടും. ഇപ്പം തോരനിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കുക. അങ്ങനെ ഒരു അടിപൊളി മുരിങ്ങക്കായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് വിളമ്പി മാറ്റുക. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ.